മൈക്രോ ബ്ലേഡിങ് ചെയ്യാനാണ് മാം വന്നത്. മുമ്പ് ടാറ്റു ചെയ്ത ഐബ്രോസാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ടാറ്റു ചെയ്തതാണ്. പക്ഷേ ആ ടാറ്റുവിൻ്റെ കളേഴ്സൊക്കെ മാറി ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇല്ല, ഒരുപാട് സ്ഥലത്ത് സ്പ്രെഡായി കിടപ്പുണ്ട്. ഈ സൈഡ്, ഈ ലെഫ്റ്റ് സൈഡിലെ ഐബ്രോസിലൊക്കെ ഒട്ടും തന്നെ ടാറ്റു എല്ലാം ഇളകിപ്പോയി ഭയങ്കര മോശം ആയിട്ടുള്ള അവസ്ഥയിലാണ് മാം മൈക്രോ ബ്ലേഡിങ് ചെയ്യാൻ തീരുമാനിച്ചത്. മൈക്രോ ബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇങ്കെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് മാമിനെ കാണിച്ചു. മാം ശരിക്കും കണ്ണ് തുറന്നിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. എന്നോട് പറയാം, അയ്യോ ഇതെന്താ എൻ്റെ ഐബ്രോസ് കാണിച്ച് വെച്ചിരിക്കുന്ന മീന, ഇതെന്താ ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതാണ്. കാരണം അപ്പു എൻ്റെ കസ്റ്റമറാണ്, കുറേ നാളായിട്ട് എൻ്റെ സലൂണിൽ വരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ഫ്രണ്ട്ലിയാണ് ഞാൻ. അപ്പം ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറുമായിട്ടും ഞാൻ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഞാൻ വെക്കാറുണ്ട്. അല്ലാതെ ഒരു കസ്റ്റമറായിട്ട് ആരെയും കണ്ടിട്ട് എനിക്ക് വന്ന് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ ഞാൻ ഒരാൾക്കാരടുത്തും ഇടപെടാറില്ല. എത്ര വർഷമായിട്ടും അന്ന് മുതലുള്ള എല്ലാ ഫ്രണ്ട്സും ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് ഓരോ ആൾക്കാരെയും കാണുന്നത്. അപ്പോൾ ഐബ്രോസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര വണ്ടറായി. കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര വ്യത്യാസമായിരുന്നു ഐബ്രോസ് തമ്മിൽ. ഗ്യാപ്പിൻ്റെ ഇടയിൽ ആ രണ്ട് ഐബ്രോസ് തമ്മിലുള്ള ഗ്യാപ്പ് വരെ ഭയങ്കര ഇങ്ക് സ്പ്രെഡ് ചെയ്ത് ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പുന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാർട്ടിങ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഓരോ വർക്കും നമ്മൾ അതേപോലെ അവർ വരുമ്പോൾ നമ്മളെടുത്ത് അവരെന്താണോ ആവശ്യപ്പെടുന്നത് ആ ഒരു വർക്ക് തന്നെ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്.